സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും നങ്ങ്യാർകൂത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു പാലക്കാട്ടുകാരി ഇനി പരിചയപ്പെടാം. പേര് ഗൗരിക പാനാവള്ളി. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇങ്ങോട്ട് നോക്കൂ, പാലക്കാട് KSUവും യൂത്ത് കോൺഗ്രസും സംഘടിപ്പിച്ച സമരങ്ങൾ. ട്രാക്ക് മാറ്റി ഇതാണ് ഗൗരിക. ഈ 10ാം ക്ലാസ്സുകാരിക്ക് രാഷ്ട്രീയവും കലയും പഠനവുമെല്ലാം ഒരുപോലെ. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ പാലക്കാടൻ സമരങ്ങളിൽ വീറുറ്റ പോരാളിയാണ്. MP ശ്രീകണ്ഠേട്ടൻ ഇവരുടെ എല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാധീനം നമുക്കുണ്ടായിരുന്നു. ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഫുൾ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന്, KSUവിൻ്റെ ഭാഗത്തുനിന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും, മാനേജ്മെൻറ്റ്, രാഷ്ട്രീയത്തിന് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ പോലും കലയ്ക്ക് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ട്. ഗൗരിക നങ്ങ്യാർകൂത്തിന് എത്തുന്നത് 3ാം തവണ. നേരത്തെ 2 തവണയും നേടിയത് A ഗ്രേഡ്. പൈങ്കുളം നാരായണ ചാക്യാരുടെ ശിക്ഷണം. പെരുവമ്പ് സ്വദേശികളായ ഷബ്ന ബാബു ദമ്പതികളുടെ മകളാണ് ഗൗരിക. സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയും വിവാദങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു ജില്ലാതല മത്സരത്തിലേക്ക് എത്തിയതും ഒന്നാമതായതും. ഇത് 3ാമത്തെ തവണയാണ്. ഇത്തവണ 2 തവണയും അപ്പീലില്ലാതെ തന്നെ ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക്, 2 തവണയും അപ്പീലില്ലാതെ തന്നെയാണ് ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. A ഗ്രേഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കഥകളിയിലും ഓട്ടംതുള്ളലിലും കൂടിയാട്ടത്തിലും നാടൻപാട്ടിലും ഗൗരിക മിടുക്ക് തെളിയിച്ചിട്ടുണ്ട്. പഠനത്തിനൊപ്പം രാഷ്ട്രീയവും കലയും ഒരുപോലെ കൊണ്ടുപോകുമെന്ന് ഗൗരികയുടെ വാക്കുകൾ. സമരം എന്തായാലും തുടരും. സമരം തുടരുമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന നമുക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഈ സമരം തുടരുണ്ടാവില്ല. കാരണം ഞങ്ങൾ അത്രയും നന്നായി ഭരിക്കുമല്ലോ. അതുകൊണ്ട് സമരത്തിൻ്റെ ഞങ്ങൾക്ക് ആവശ്യം വരില്ല. ഇതേ ഭരണം തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും സമരങ്ങൾ വേണ്ടി വരും. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും A ഗ്രേഡ് നേട്ടത്തോടെയാണ് ഗൗരിക തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് മടങ്ങുന്നത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശ്ശൂർ. പുലിയാണ് എന്ന് മനസ്സിലായി. ഗൗരിക്ക് അഭിനന്ദനങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.